ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെ ആമസോണിൽ ഒരു പുസ്തകം കിടപ്പുണ്ട്. അതിൻ്റെ പേര് ഡെമോക്രസി അറ്റ് റിസ്ക് എന്നാണ്. അതിൻ്റെ ക്യാൻ വി ട്രസ്റ്റ് അവർ ഇലക്ട്രോണിക് വോട്ടിംഗ് ഇപ്പോഴും കിടപ്പുണ്ട്. എഴുതിയത് GVL നരസിംഹറാവു, നിങ്ങളുടെ മുൻ രാജ്യസഭാ MP ആണ്. ഇക്കുറി അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് മത്സരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നേരത്തെ രാഹുൽ പറയുന്നത് പോലെ EVM കുറിച്ച് അതിനെ സംശയിച്ച് പുസ്തകം എഴുതിയ നിങ്ങളുടെ നേതാവാണ്. അതിനെ ആദ്യം സംശയിക്കുന്നത് അദ്വാനിയാണ്. അതുകൊണ്ട് അത് കാലാകാലങ്ങളെ സംശയമാണ്. അത് പോട്ടെ. ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെ എൻ്റെ ആദ്യ ചോദ്യം അതാണ്. ഇപ്പോൾ ഇവിടെ വിശ്വഗുരു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ വിശ്വഗുരു എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന, ദൈവത്തിൻ്റെ അവതാരം എന്ന് സ്വയം കരുതുന്ന, രാജ്യമൊട്ടുക്ക് എന്താണ് എല്ലാ രാഷ്ട്രീയത്തിനും അപ്പുറം വലിയൊരു സ്റ്റോൾ വാട്ട് എന്ന് കരുതപ്പെടുന്ന, അവിടെ വിവേകാനന്ദ പാറയിലൊക്കെ പോയി ധ്യാനമിരുന്ന് അങ്ങനെ മറ്റൊരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ച നരേന്ദ്രമോദി വാരണാസിയിൽ അജയ് റായ് എന്ന് പറഞ്ഞ് ഈ ഒരു പ്രതീതിയുമില്ലാത്തൊരു പാവം പിടിച്ചവനോട് അല്പസമയം തോറ്റുനിന്നു. ആലോചിച്ച് നോക്കൂ, അല്പസമയം തോറ്റുനിന്നു. അതിനുശേഷം ജയിച്ചു കയറുമ്പോൾ ഭൂരിപക്ഷം എത്രയാണ്? 1.5 ലക്ഷം. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ധാർമ്മിക പരാജയമല്ലേ വാരണാസിയിൽ കണ്ടത്? BJPയുടെ സീറ്റ് ചോർച്ച. ശ്രീ സന്ദീപ് വാര്യർ, ഈ തെരഞ്ഞെടുപ്പിൽ ധാർമ്മിക പരാജയം എന്നൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ തോൽക്കണമെങ്കിൽ വോട്ടിൽ കുറവ് സംഭവിക്കണം. എൻഡ് ഓഫ് ദ ഡേ ഇലക്ഷൻ കമ്മീഷൻ സർട്ടിഫിക്കറ്റ് മറ്റേയാൾക്ക് ഇഷ്യൂ ചെയ്യണം. അങ്ങനെയാണ് പരാജയം സംഭവിക്കുന്നത്. അല്ലാതെ ധാർമ്മിക നരേന്ദ്രമോദി താങ്കൾ പറഞ്ഞതിൽ വസ്തുതാപരമായിട്ടുള്ള ചില പെശകുകളുണ്ട്. അതല്ലെങ്കിൽ എവിടെയാ തോൽക്കുകയോ വാരണാസിയിൽ അജയ് റായ്ക്ക് പിന്നിലായി നരേന്ദ്രമോദി. സ്വാഭാവികമാണ്. അജയ് റായ്ക്ക് പിന്നിലായി നരേന്ദ്രമോദി. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കുശലിക്കാരെന്ന് വിളിച്ചു. ആരെയാണ്? സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ പോയ ആളെ തോപ്പിച്ചില്ലേ? സ്മൃതി ഇറാനിയെ ഫൈസാബാദിൽ തോറ്റില്ലേ? ഒരു നാണക്കേട് തോന്നില്ലേ? അല്ല, ഹാഷ്മിക്ക് അതിൽ സന്തോഷിക്കാം, ഹാഷ്മിക്ക് ആഹ്ലാദിക്കാം. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ആരാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നതൊക്കെ നിങ്ങൾ കാണും. ഞാൻ പൂർത്തിയാക്കട്ടെ, തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ വസ്തുതാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, ചില തെറ്റുകളുണ്ട്. അതായത് EVM എതിർത്തു എന്ന് പറയുന്നത് ശരിയാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ EVM ബന്ധപ്പെട്ട് രാജ്യത്ത് പല കോണുകളിൽ നിന്നായിട്ടുള്ള സംശയങ്ങൾ ഉയർന്നു. അന്ന് സംശയം പ്രകടിപ്പിച്ചവരിൽ പല ആളുകളും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ പുറത്തു വന്നു. പക്ഷേ അതിനുശേഷം സുബ്രഹ്മണ്യൻ സ്വാമി ആണെന്ന് തോന്നുന്നു സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുകയും സുപ്രീം കോടതി VVPAT ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അങ്ങനെ VVPAT കൂടി EVM മെഷീൻ്റെ യൂണിറ്റിൽ ഘടിപ്പിക്കാൻ തീരുമാനമായി. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ EVM ബന്ധപ്പെട്ട ചലഞ്ച് സംഘടിപ്പിച്ചു. എതിർപ്പുള്ള ആളുകൾക്ക് കടന്നു വരാനും അത് പരിശോധിക്കാനുമുള്ള അവസരം കൊടുത്തു. ആരും കടന്നു വന്നില്ല, ആരും പരിശോധിച്ചില്ല. അപ്പോൾ തെറ്റായിട്ടുള്ള ഒരു നറേറ്റീവ് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. VVPAT വന്നതിന് ശേഷം EVM പ്രവർത്തനം എന്ന് പറയുന്നത് കൂടുതൽ സുതാര്യമാവുകയും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവ് കൂടിയാണ്, അതിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഓപ്പണായിട്ട് ചലഞ്ച് വെച്ചിട്ടും ഒരാളും പോയി അത് ചലഞ്ച് ചെയ്യാൻ തയ്യാറായിട്ടുമില്ല. ഈ പറയുന്ന കോൺഗ്രസോ മാധ്യമങ്ങളോ ആരും അത് ചലഞ്ച് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന ആളുകൾ EVM മെഷീനെ കുറ്റം പറയുന്നത് വാസ്തവത്തിൽ അവരുടെ തോൽവി മറച്ചു വെക്കാനുള്ള, അല്ലെങ്കിൽ പരാജയപ്പെട്ടതിൻ്റെ ജാള്യത മറച്ചു വെക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. 1. 2, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ആർമി ചീഫിനെ കുറിച്ച് പറഞ്ഞു. ആർമി ചീഫിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 1 മാസത്തെ കേവലം ഒരു താൽക്കാലികമായിട്ടുള്ള എക്സ്റ്റൻഷൻ മാത്രം. അതവിടെ നിൽക്കട്ടെ. ഈ രാജ്യത്തെ ആർമി ചീഫുമാരെ ആക്ഷേപിച്ചതിൻ്റെ ഒക്കെ റെക്കോർഡ് ആരുടെ കൈവശമുള്ളത്? സാം മനേക്ഷ എന്ന് പറഞ്ഞ ഇന്ത്യക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വിജയം തന്നിട്ടുള്ള 971 വിജയം തന്നിട്ടുള്ള ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സൈനിക ഓഫീസറെ ഏത് രീതിയിലാണ് നിങ്ങൾ ആക്ഷേപിച്ചത് എന്നുള്ളത് ലോകം കണ്ടിട്ടുള്ളതല്ലേ? അദ്ദേഹത്തിൻ്റെ ഫീൽഡ് മാർഷൽ പദവി നിങ്ങൾ എന്തിനാണ് പിൻവലിച്ചത്? അദ്ദേഹത്തെ എന്തിനാണ് ആക്ഷേപിച്ച് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോൾജർ എന്തിനാണ് നിങ്ങൾ ആക്ഷേപിച്ചത്, ഇറക്കിവിട്ടത്? അത് മാത്രമല്ലല്ലോ, ഇവിടെ കരസേനാ മേധാവിയെ തെരുവ് ഗുണ്ട എന്ന് വിളിച്ചിട്ടില്ലേ കോൺഗ്രസ്സുകാർ? അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ ആർമിയുടെ ഓഫീസർമാരെ ആക്ഷേപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കരസേനാ മേധാവിമാരെ ആക്ഷേപിച്ചിട്ടുള്ളത്? അതിൻ്റെയൊക്കെ ഒരു വലിയ ഹിസ്റ്ററി തന്നെ പറയാനുണ്ടാവും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ പ്രതിനിധി വാർത്ത കാണാതെയാണ് ഈ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളതെന്നാണ്. എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ കഴിഞ്ഞു NDAയുടെ യോഗം അവസാനിക്കുകയും ശ്രീ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു അടക്കമുള്ളവരുടെ പാർട്ടികൾ ഒപ്പിട്ട് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാൻ പിന്തുണ കൊടുത്തുകൊണ്ടുള്ള ലെറ്റർ കൈമാറി കഴിഞ്ഞു. ഉറപ്പില്ല, NDA തന്നെ വരുമോ എന്ന് ഉറപ്പില്ല. അല്ല, അതെല്ലാം ഞങ്ങളുടെ സൗകര്യമല്ലേ? നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും സംശയമാണെങ്കിൽ എന്ത് ചെയ്യും? മറ്റന്നാൾ എന്തുകൊണ്ട് കാണുന്നു, അല്ലെങ്കിൽ ഇന്നലെ എന്തുകൊണ്ട് കണ്ടില്ല, നാളെ എന്തുകൊണ്ട് കണ്ടില്ല? ഇതൊക്കെ ടൈമിംഗ് ഒക്കെ നിങ്ങൾ ചോദ്യം ചെയ്തോ? പിന്തുണ കൊടുത്തുകൊണ്ടുള്ള ലെറ്റർ ഇവിടെ NDA യോഗത്തിൽ കൊടുത്തു കഴിഞ്ഞു. അത് JDUവും കൊടുത്തു കഴിഞ്ഞു, അതോടൊപ്പം തന്നെ ചന്ദ്രബാബുവിന്റെ പാർട്ടിയും കൊടുത്തു കഴിഞ്ഞു. നരേന്ദ്രമോദിയെ പോലൊരു വിശ്വഗുരുവിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന തുടക്കത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്തുണ്ടായ നിതീഷ് കുമാറിന്റെ ഒക്കെ പിന്തുണ വാങ്ങി
ചന്ദ്രബാബു നായിഡു ഒക്കെ ചോദിക്കുന്ന ഡിമാൻഡ് അന്യായ ഡിമാൻഡാണ്. ആ ഡിമാൻഡൊക്കെ അംഗീകരിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവില്ലേ ശ്രീ സന്ദീപ്? കാര്യം ഗുജറാത്തിൽ അദ്ദേഹം ഭരിക്കുമ്പോൾ, ഒന്നാം ഘട്ടത്തിൽ ഭരിക്കുമ്പോൾ, 19 ഭരിക്കുമ്പോഴൊക്കെ ആരെയും മൈൻഡ് ചെയ്യേണ്ടതില്ലാത്ത, ഏത് ബില്ലും അപ്പം പോലെ ചുട്ടെടുക്കാൻ കഴിയുന്ന, പ്രതിപക്ഷത്തെ മൈൻഡുവേ ചെയ്യേണ്ട കഴിയാത്ത എന്താണ് ഒരു 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 സേഫ് സോണിൽ ഭരിച്ച ആളാണ്. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന പാർലമെന്റിലേക്ക് വരാൻ പോകുന്ന ആരൊക്കെയാണ്? മഹുവ മൊയ്ത്ര, ചന്ദ്രശേഖർ ആസാദ്, അങ്ങനെ തീപ്പൊരികൾ വരികയാണ്. എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ ഇനി ഭരിക്കുന്നത് മോദിയോ NDA സഖ്യം തന്നെ ആണെങ്കിൽ, NDA തന്നെ ആണെങ്കിൽ കൂടിയും പ്രതിപക്ഷ നിര എന്ന് പറയുന്നത് കരുത്തോടെ ഒരു ബ്ലോക്കാണ്. സന്ദീപ് വാര്യർ, പഴയ പോലെ നടക്കുമല്ല. അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നെ പറയുന്നത് പൂർത്തിയായി സമ്മതിക്കണം. ഒന്ന്, നിങ്ങൾ ചോദിച്ചൊരു കാര്യം, പഴയതുപോലെ ഭരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. അതിന് മുമ്പായിട്ട് ഹാഷ്മി പറഞ്ഞിട്ട് ഒരു ഉപയോഗിച്ചൊരു വാക്കുണ്ട്, വിശ്വഗുരു. വിശ്വഗുരു എന്ന് പറയുന്ന പദപ്രയോഗം, ആ ടേം വാസ്തവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചുള്ളതല്ല. അത് നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള ടേമാണ്. അത് BJP ഉപയോഗിച്ചുള്ള ടേമുമല്ല. ഭാരതത്തിനെ വിശ്വഗുരുവാക്കുക എന്നുള്ളതാണ് പ്രയോഗം. അത് BJP കൊണ്ടുവന്നുള്ള പ്രയോഗമല്ല. എത്രയോ കാലമായി, അനാദികാലമായി നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, ഭാരതത്തെക്കുറിച്ച്, ഭാരതം ലോകത്തിൻ്റെ വിശ്വഗുരുവായിരുന്നു ഒരു കാലത്ത് എന്ന് എത്രയോ നമ്മുടെ ലിറ്ററേച്ചറുകളിൽ ഉള്ളതാണ്. ആ ടേം നിങ്ങൾ എന്തിനാണ് നരേന്ദ്രമോദിയാണെന്ന് പറയുന്നത്? അങ്ങനെ ഒരിക്കലും നരേന്ദ്രമോദി ഉപയോഗിച്ചില്ല, സ്വയം ഉപയോഗിച്ചില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഹിന്ദി ഭാഷ മനസ്സിലാവാത്തതിൻ്റെ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ രാജ്യത്തെ ഇത്തരം ലിറ്ററേച്ചറുകൾ വായിക്കാത്തതിൻ്റെ കുഴപ്പമുണ്ട്. എന്നിട്ട് വായിൽ തോന്നുന്നത് വിളിച്ച് പറയുകയാണ്. അതുകൊണ്ട് അത് തിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ ചോദിച്ചത് പഴയതുപോലെ സുഖമായി ഭരിക്കാൻ സാധിക്കുമോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇനി ഞങ്ങളുടെ ഭരണം സുഖകരമായിരിക്കുമോ? അല്ല, ഇനി ഞങ്ങളുടെ ഭരണം സുഖകരമായിരിക്കുമോ എന്നല്ലേ? ഞങ്ങൾക്ക് അത്ര സുഖം മതിയെന്നേ. അല്ല, ഞങ്ങൾക്ക് അത്ര സുഖം, എന്ത്, ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് അത്ര സുഖം മതിയെന്നേ. ഞങ്ങൾ ഈ സുഖത്തിൽ അങ്ങ് ഭരിച്ചോളാം. നിങ്ങൾ ഇനി അതോർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങളുടെ ടെൻഷനും വേണ്ട. അത് ഞങ്ങളുടെ ടെൻഷനല്ല, ഞങ്ങൾക്ക് വിട്ടേക്ക്. ഞങ്ങൾക്കറിയാം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്, ഞങ്ങൾക്കറിയാം ഫ്ലോർ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. BJP വരില്ല, മോദി വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഞാൻ കേട്ടല്ലോ. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേട്ടല്ലോ. കേൾക്കാൻ ആ വേദന നിങ്ങൾ തന്നെ നേരിടണം. അതിൽ തർക്കമുണ്ടോ? ഞാൻ തിരികെ ഇടവേളയ്ക്ക് ശേഷം